ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ചിത്ര മുദ്ഗലിൻ്റെ ഡോമിൻ കാക്കി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BCom BBA കുട്ടികളുടെ ഗദ്യ ഗഗൻ എന്ന ടെക്സ്റ്റിലെ ഒരു ചാപ്റ്ററാണ്. ഒരു ചെറിയൊരു കഥയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ കഥ വായിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ആസ് യൂഷ്വൽ ഐ എം അഗെയിൻ റിമൈൻഡിങ്, ആദ്യം കഥ വായിക്കുക, വീഡിയോ കാണുക, ആൻഡ് ദെൻ യു കം സ്ട്രേറ്റ് ടു ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. सो ऐसे टाइप क्वेश्चन आदि डिस्कस किया 10 मार्क्स. डोमिन काकी कहानी का संक्षेप में वर्णन कीजिए. डोमिन काकी चित्रा मुद्गल जी की एक लघु कथा है जो हमारे भारतीय समाज में व्याप्त जातिगत भेदभाव में प्रचलित छुआछूत नामक कुप्रथा पर पर्दाफाश करती है. पर्दाफाश करना എന്ന് വെച്ചാൽ തുറന്നു കാട്ടുക. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഹിന്ദു കാസ്റ്റ് സിസ്റ്റത്തിൽ ഉള്ള ഒരു അയിത്തം എന്നുള്ളൊരു തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി, ആ ഒരു തിന്മയെ തുറന്നു കാട്ടുന്ന ഒരു കഥയാണ് ഡോമിൻ കാക്കി. समाज की तथाकथित ऊंची जाति के कहे जाने वाले लोग नीची जाति के लोगों को छू लेना पाप समझते हैं. समाज की तथाकथित मीन्स सो कॉल्ड हाई क्लास पीपल, അവർ നീചി ജാതി കെ ലോഗോं को छू लेना പാപ് സമജ്തേ ഹൈ. തൊട്ടുപോയാൽ താഴ്ന്ന ജാതിക്കാർ മൃഗങ്ങളെ തൊടും, പക്ഷേ താഴ്ന്ന ജാതിയിലെ മനുഷ്യരെ തൊടാൻ അവർക്ക് താല്പര്യമില്ല. ഇസി മുദ്ദേ കോ ലേഖികാനെ ഇസ് കഹാനി മേ ഉഠായാ ഹൈ. ഈ ഒരു മുദ്ദ, ഈ ഒരു ഇഷ്യൂ ആണ് ഈ ഒരു എഴുത്തുകാരി ചിത്ര മുദ്ഗൽ. ഇത് അവരുടെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറിയാണ്, അവരുടെ ലൈഫിൽ നടന്നൊരു സ്റ്റോറിയാണ്. അവരുടെ അമ്മൂമ്മ അവരെ ഈ ഒരു കാര്യത്തിന് അടിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു റെവല്യൂഷണറി മൈൻഡ് ഉണ്ടായതാണ് ഈ എഴുത്തുകാരിക്ക്. കഥ ഡോം സമുദായ की एक रत्नी नामक महिला से संबंधित है जो സവർണോ के घर സഫായി का काम करने जाती है. അപ്പം ഞാൻ നമ്മുടെ വീഡിയോയിൽ വിശദമായിട്ടത് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഡോം എന്ന ഒരു കാറ്റഗറി ആൾക്കാരുണ്ട് നോർത്ത് ഇന്ത്യയിൽ. അവർ യൂഷ്വലി ചെയ്യുന്നത്, ഈ അവരുടെ പുരുഷന്മാർ ചെയ്യുന്നത് യൂഷ്വലി ഈ ശവം കത്തിക്കുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. സ്ത്രീകൾ മറ്റുള്ളവരുടെ വീട്ടിൽ ഇങ്ങനെ വീട്ടുവേലയ്ക്ക് പോകും. അങ്ങനത്തെ ഒരു ഡോം സ്ത്രീയുടെ കഥയാണ്. उस घर में करीब 6 साल की एक नन्ही सी लड़की गर्मियों की छुट्टियां मनाने गांव आई हुई थी अपनी दादी के पास. ഈ ഡോമിൻ ജോലിക്ക് പോകുന്ന വീട്ടിൽ ഒരു 6 വയസ്സുള്ളൊരു കുട്ടി ടൗണിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു സമ്മർ വെക്കേഷന് വന്നതാണ്, അമ്മൂമ്മയുടെ അടുത്തൊന്ന് നിൽക്കാൻ വന്നതാണ്. ഷെഹർ സെ ആയി ബച്ചി കോ ഗാവ് കാ തോർ തരീക്ക മാലൂം നഹീ ഥാ. ടൗണിൽ നിന്ന് വന്ന കുട്ടിയായത് കാരണം തന്നെ ഈ ഗ്രാമത്തിലെ എല്ലാ കാര്യങ്ങളും അതിനൊരു പുതുമയായിരുന്നു. അതിന് ശരിക്കും ഇവിടുത്തെ തോർ തരീക്ക, ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല. വഹ സബ് കുച്ച് കൗതൂഹൽ പൂർവക് ദേഖ്തി ഹെ. എല്ലാം വളരെ ആകാംക്ഷയോടെ അവളിങ്ങനെ നോക്കും. ഗ്രാമത്തിൽ ചെയ്യുന്ന അതിൽ കഥയിൽ പറയുന്ന, നമ്മൾ വായിച്ചല്ലേ, വലിയ മുളക് സ്റ്റഫ് ചെയ്ത് ഉണക്കാൻ വെക്കുമ്പോൾ അതിങ്ങനെ തൊടാൻ പോവും. ആ ചുമന്ന മുളക് കണ്ട് അതിനിങ്ങനെ തൊടാൻ തോന്നും. അപ്പോൾ കുട്ടിക്ക് ഗ്രാമത്തിലെ രീതികളൊന്നും അറിയില്ല. ഇസി ബീച്ച് ഉസ്കി നസർ ഘർ മേ സഫായി ലിപ്പായി കെ ലിയെ ആനെ വാലി സ്ത്രീ पर पड़ती है जिसे उसके परिवार वाले ഡോമിൻ कहकर पुकारते थे. അങ്ങനെ ഇരിക്കെ ഈ വീട്ടിലേക്ക് ഈ രത്നി ജോലിക്ക് വരികയും ഈ കുട്ടി ഈ രത്നീനെ വീട്ടിലുള്ള എല്ലാവരും ഡോമിൻ എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും ധാരണ, ഇവരുടെ പേരാണ് ഡോമിൻ. അത ബച്ചി നെ ഭി ഉസ് മഹില കോ ഡോമിൻ कहकर സംബോധിത് കർ ദിയ. അപ്പോൾ കുട്ടി വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പറയും, ഡോമിൻ വന്നു എന്ന്. बस इतनी सी बात पर उसकी दादी ने उसके गाल पर जमकर तमाचा लगाया. കേട്ട പാടെ അമ്മൂമ്മ ഈ കുട്ടിയെ ഒറ്റയടി അടിച്ചു. बच्ची दुखी होकर रोने लगती है. तब उसकी दादी ने समझाया कि बुजुर्गों को काकी जोड़कर बुलाया जाता है. അടിച്ചിട്ട് ഈ കുട്ടിക്ക് ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായില്ല. ഡോമിൻ എന്ന് വിളിച്ചെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. നല്ലൊരടി കിട്ടി. ചോദിച്ചപ്പോൾ എന്താണ് റീസൺ പറഞ്ഞത്, മുതിർന്നവരെ നമ്മൾ കാക്കിന്ന് ചേർത്ത് വിളിക്കണം, അല്ലാതെ പേരല്ല വിളിക്കേണ്ടത്. ഉन्होंने यह भी कहा कि रिश्ते में रत्नी तेरी काकी लगती है. അപ്പോൾ മുത്തശ്ശി ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, ഇത് നിൻ്റെ ബന്ധം പറയുകയാണെങ്കിൽ രത്നി നിൻ്റെ കാക്കിയായിട്ട് വരും, അതുകൊണ്ട് രത്നിയെ ഒരിക്കലും പേര് വെച്ച് വിളിക്കല്ല്. ബച്ചി സമജ്ദാർ थी, अपनी गलती समझ गई कि बड़े बूढ़ों का आदर करना चाहिए. അപ്പോൾ കുട്ടി സ്മാർട്ടായിരുന്നു, കുട്ടി മനസ്സിലാക്കി മുതിർന്നവരെ കണ്ടാൽ റെസ്പെക്റ്റ് ചെയ്യണം. ചലോ അച്ഛി സീഖ് മിലി. ഉസ് ദിൻ സെ ജബ് ഭി വഹ രത്നി കോ ദേഖ്തി തോ കാഫി ആദർ സെ പേഷ് ആത്തി. അപ്പോൾ അന്ന് തൊട്ട് പിന്നീട് എപ്പം ഈ രത്നി വീട്ടിൽ ജോലിക്ക് വന്നാലും ഈ കുട്ടി വളരെ ആദരവോടെയാണ് അവരുമായിട്ട് പെരുമാറിയിരുന്നത്. കാരണം കുട്ടിക്ക് മനസ്സിലായി
മുതിർന്നവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. लेकिन एक दिन यूं हुआ कि उसकी दादी ने रत्नी को देने के लिए उसके हाथों में अनाज भरी टोकनी पकड़ा दी. ऊपर से बासी रोटियां भी पकड़ाकर रत्नी को दे आने को कहा. ഒരു ദിവസം ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അമ്മൂമ്മ വിളിച്ചിട്ട് ഈ കുട്ടീനെ എന്താണ് കുറച്ച് ധാന്യം, അതുപോലെ പഴകിയ ചപ്പാത്തി, ഇതൊക്കെയാണ് അവർക്ക് ഭക്ഷണത്തിന് കൊടുക്കുന്നത്. വീട്ടുജോലി എല്ലാം ചെയ്യിപ്പിക്കും, എന്നിട്ട് ഈ വീട്ടിൽ വേണ്ടാത്ത വേസ്റ്റ് എല്ലാം അവർക്ക് ഭക്ഷണമായിട്ടും കൊടുക്കും. അപ്പോൾ ഈ ധാന്യം ഈ കുട്ടിയുടെ കൊടുത്തു, എന്നിട്ട് അവിടെ കൊണ്ട് ആ രത്നിയുടെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു. सावधानी पूर्वक बच्ची ने अनाज रत्नी के कोंच में दे डाला, लेकिन काफ़ी सावधानी बरतने पर भी कुछ अनाज ज़मीन पर गिर गया. വളരെ കെയർഫുള്ളായിട്ട് കുട്ടി അത് ഇട്ടുകൊടുത്തു. പക്ഷേ കൊച്ചുകുട്ടിയല്ലേ, വളരെ ശ്രദ്ധയോടെ ചെയ്തെങ്കിലും അല്പം ധാന്യം വെളിയിൽ വീണു. अब बच्ची अनाज को बटोरने में रत्नी का हाथ बांटने लगी. यह दृश्य देख दादी का खून खौल उठा. അപ്പോൾ കുട്ടി എന്താണ്, രത്നി ആ ധാന്യം പെറുക്കിയെടുക്കുന്ന കണ്ട് കുട്ടിയും ഹെൽപ്പ് ചെയ്ത്. കണ്ടപാടെ ഈ അമ്മൂമ്മയുടെ രക്തം തിളയ്ക്കാൻ തുടങ്ങി. ഖൂൻ ഖോൽ ഉഠ. തപാക് സെ ഏക് ഓർ തമാച്ച ജഡ് ദിയ ബച്ചിക്കോ. ഓടി വന്ന് ഒറ്റയടി ഒന്നുകൂടെ കൊടുത്തു ഈ കുട്ടിക്ക്. ബേച്ചാരി ബച്ചി അസമഞ്ജസ് മേ പട് ഗയി. असमंजस में पड़ना, कन्फ्यूजन कुट्टी आगा कन्फ्यूज्ड आई. 2 बार तमाचा पड़ा. पहले का कारण तो पता चल गया, लेकिन अब की बार तो वह रत्नी की सहायता ही तो कर रही थी. 6 വയസ്സുള്ള കുട്ടിക്ക് 2 പ്രാവശ്യം അടി കിട്ടി മുത്തശ്ശിയുടെ നിന്ന്. ആദ്യത്തതിൻ്റെ തെറ്റ് മനസ്സിലായി, അവിടെ അതിൽ തെറ്റുണ്ടായിരുന്നെന്ന് മനസ്സിലായി, ബോധ്യമായി. പക്ഷേ ഈ രണ്ടാമത്തെ അടി എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. उसे तो यही कहा गया था कि रिश्ते में रत्नी उसकी चाची लगती है वगैरह वगैरह. അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യണം, ചാച്ചീന്ന് വിളിക്കണം, ഡോമിന്ന് വിളിക്കൽ, കാക്കീന്ന് വിളിക്കണം, ഇതെല്ലാം പറഞ്ഞിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്തപ്പം എന്തിനാണ് അടി കിട്ടിയെന്ന് കുട്ടിക്ക് മനസ്സിലായില്ല. ദാദി ഗുസ്സേ സെ ചില്ലായെ ജാ റഹി थी. ആയിന്ദ രത്നി കോ ഛൂനാ മത്. എന്നിട്ട് മുത്തശ്ശിയുടെ ദേഷ്യം മാറുന്നില്ല, മേലാൽ രത്നിയെ തൊട്ടുപോരുത്. बच्ची का बाल मन असमंजस में पड़ गया. उसके मन में कई सवाल उठ रहे थे. सबसे बड़ा सवाल तो यही था कि आखिर रत्नी को छूने से मनाही क्यों है. കുട്ടിയുടെ മനസ്സിൽ വല്ലാത്ത ഡൗട്ടുകൾ വന്നു തുടങ്ങി. എന്തിനാണ് ഈ മുത്തശ്ശി ഇത്രയും ദേഷ്യപ്പെടുന്നത്, എന്തിനാണ് തൊട്ടുപോയെന്നും പറഞ്ഞ് ഉള്ള കിണറ്റിലെ വെള്ളം കൂടെ എല്ലാം കോഴി എൻ്റെ മുകളിൽ ഒഴിക്കുന്നത്, എന്തിനാണ് ഇത്രയും വലിയൊരു പ്രശ്നമാക്കുന്നത്, ആദരിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെ ഹെൽപ്പ് ചെയ്തപ്പം എനിക്ക് എന്തിനാണ് അടി കിട്ടിയത്, ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടിയുടെ ബാൽ മനിൽ ഉണ്ടായി. सबसे बड़ा सवाल यही था कि आखिर रत्नी को छूने से मनाही क्यों है. रत्निയെ തൊട്ടുപോയാൽ എന്താണ് ഇപ്പം സംഭവിക്കുന്നത്. इस सवाल का जवाब उस 6 बरस की अबोध बालिका की पहुंच से बाहर थी. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ആ 6 വയസ്സുള്ള അബോധ് ബാലിക, ലോകത്തെപ്പറ്റി ഒരു ലോകാറിവും ഇല്ലാത്ത കുട്ടിക്ക് അതിൻ്റെ ഒരു ഉത്തരം കിട്ടിയില്ല. भारतीय समाज में जातिगत भेदभाव के अंतर्गत छुआछूत की जो शर्मनाक प्रथा है वो दुर्भाग्यवश आज भी यदा कदा मौजूद है. ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ജാതി അടിസ്ഥാനത്തിൽ മനുഷ്യനെ അളക്കുന്ന ഈ ഒരു പ്രവണത ഇന്നും ഒളിച്ചും പാത്തും പ്രത്യക്ഷമായും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. सबसे दर्दनाक सत्य तो यह है उच्च जाति अपनी अगली पीढ़ी को भी उनकी जातिगत बड़प्पन सिखा समझा देती है. ഏറ്റവും ദർദനാക് സത്യ, ഏറ്റവും വിഷമിപ്പിക്കുന്ന സത്യം എന്താണ്, ഈ ഉയർന്ന ജാതിയിലുള്ളവർ അവരുടെ അടുത്ത തലമുറക്കാരെയും ഇത് പറഞ്ഞ് ഈ ഒരു വിഷം അവരിലും കുത്തിവെക്കും. നമ്മൾ ഉന്നത ജാതിക്കാരാണ്, നമ്മളെപ്പോഴും ഹൈ കാസ്റ്റാണ്, നമ്മളൊരു സുപ്പീരിയറാണ് മറ്റുള്ളവരെക്കാളും. അങ്ങനെ അടുത്ത ജനറേഷനിലോട്ടും ഈ ഒരു മെസ്സേജ് അവർ പാസ് ചെയ്യും. ഉൻകി ജാതിഗത് ബടപ്പൻ സിഖാ സംഝാ ദേത്തി ഹെ. ബടപ്പൻ എന്ന് വെച്ചാൽ പൊങ്ങച്ചം, ജാതിപരമായി ഞങ്ങൾ ഉയർന്നതാണ്, അപ്പം നമ്മൾ ഈ ജാതിപ്പെട്ടതാണ്. അതൊക്കെ ഈ കുട്ടികളിലും ഈ ഒരു മെസ്സേജ് പടർത്തും. ഇസ് പ്രകാർ ചിത്ര മുദ്ഗൽ जी ने भारतीय समाज में व्याप्त जातिवाद की समस्या को अपनी इस छोटी सी कथा के द्वारा सफलतापूर्वक व्यक्त किया है. ഈ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് ചിത്ര മുദ്ഗൾ ഈ കഥയിലൂടെ റേസ് ചെയ്തിരിക്കുന്നത്. संदेश एकदम व्यक्त है. മാനവ് में भेदभाव की दृष्टि नहीं होनी चाहिए. ചിത്ര മുദ്ഗൾ ലേഖികയുടെ മെസ്സേജ് एकदम ക്ലിയർ ആണ്. मानव में भेदभाव की दृष्टि नहीं होनी चाहिए. कम से कम अगली पीढ़ी तक तो जातिगत भेदभाव का विष नहीं फैलाना चाहिए. अरे पुरानी पीढ़ी तो गई,
പഴയ ആൾക്കാർക്ക് മാറാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് അറ്റ്ലീസ്റ്റ് അടുത്ത ജനറേഷനെങ്കിലും ഈ ഒരു ജാതിയുടെ മഹിമ ഒന്ന് ഈ ഒരു ജാതിയുടെ മേൽക്കോയ്മ അതിൻ്റെ ഒരു വിഷം ഒന്ന് പകർത്താതെ ഇരിക്കാമോ എന്നതാണ് ഈ ഒരു ചെറിയ കഥയുടെ. ആകെക്കൂടെ ഒരു 2 പേജ് പോലും ഇല്ല ഈ കഥ, പക്ഷേ വളരെ വലിയ മെസ്സേജാണ് ഇത് തന്നു പോകുന്നത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇത് തന്നെയാണ്. ഡോമിൻ കാക്കി में चित्रित जातिवाद की समस्या पर प्रकाश डालिए. डोमिन काकी कहानी में अभिव्यक्त जातिगत भेदभाव ഭാരതീയ സമാജ് കി കേന്ദ്രീയ സച്ചായി ഹെ. നമ്മുടെ സൊസൈറ്റിയിലെ ഒരു സെൻട്രൽ ഫാക്റ്റാണിത്. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ജാതി സമസ്യ. ഹമാര സമാജ് ഹമേശ ജാതി കെ ആധാർ पर ही सोचता और जीता है. നമ്മുടെ സൊസൈറ്റി ജാതി കെ ആധാർ पर ही सोचता और जीता है. ചിന്തിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം ജാതിയുടെ ബേസ് ചെയ്താണ്. डोमिन काकी में इसी जातिवाद की समस्या के एक प्रमुख पहलू को उठाया गया है. वो है छुआछूत की प्रथा. അപ്പോൾ ഡോമിൻ കാക്കി എന്ന ലഘുകഥയിൽ ഈ ഒരു ഇഷ്യൂ ആണ്. ഏതാണ്? अनटचेबिलिटी. नीच जाति के समझे जाने वाले लोगों से उच्च जाति के लोग अपने घर का सारा काम तो करवा डालेंगे, लेकिन उन्हें छूने मात्र से मानो उनका धर्म ही भ्रष्ट हो जाता है. ബാക്കി എല്ലാ കാര്യത്തിനും അവരെ ഉപയോഗിക്കും. താഴ്ന്ന ജാതിക്കാരെ അവരുടെ ഈ മീനിയൽ ജോബ്സ്, താഴേക്കിടയിലുള്ള ജോലികളെല്ലാം അവരെ കൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്യിപ്പിക്കും. നേരെ ചൊവ്വേ കൂലിയും കൊടുക്കില്ല, പഴകിയ ഭക്ഷണമെല്ലാം കൊടുക്കും. അവരെ തൊട്ടുപോയാൽ പിന്നെ ഭയങ്കര അവരുടെ ധർമ്മം അങ്ങ് ഭ്രഷ്ടമാവുന്ന പോലാണ്. उच्च जाति के बुजुर्ग अगली पीढ़ी के बच्चों को भी यही कुप्रथा की सीख देते हैं. അടുത്ത ജനറേഷനും ഈ ഒരു കുപ്രഥ, ഈ ഒരു തിന്മയുടെ ഒരു പാഠമാണ് ഈ മുതിർന്നവർ പഠിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമസ്യ, ജാതിവാദന സമസ്യയാണ് ഡോമിൻ കാക്കിയിൽ മുഴിച്ചു നിൽക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നൊരു ചാപ്റ്ററാണ്. ഇതിൻ്റെ എസ്സേയും ഷോർട്ട് ആൻസറും ഒക്കെ വളരെ ഭംഗിയായിട്ട് എഴുതുക. സോ ഓൺലി 2 more chapters are left. I will be uploading it soon.